2022 സെപ്റ്റംബർ 13 ടെഹ്റാൻ നഗരത്തിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പൂമ്പാറ്റയെ പോലെ അവൾ കുടുംബത്തോടൊപ്പം നടന്നു വരികയാണ്. ആരാണവൾ? 22 വയസ്സ് മാത്രം പ്രായമുള്ള മഹ്സ അമീനി എന്ന പെൺകുട്ടി. ടെഹ്റാൻ നഗരത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇറാനിലെ തന്നെ കുർദിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുമാണ് മഹ്സയുടെ കുടുംബം എത്തിയത്. എന്നാൽ അവളുടെ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു പോലീസ് ജീപ്പ്, ഒരു പോലീസ് വാഹനം ഇവർക്ക് കുറുകെ വന്നു നിന്നു. അതായത് ഇറാൻ്റെ മൊറാലിറ്റി പോലീസിൻ്റെ ഒരു വാഹനം. അതിൽ നിന്നും ഇറങ്ങിയ പോലീസ് ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ലെന്ന കുറ്റം ചുമത്തി ആ പെൺകുട്ടിയെ ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. മകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ മാതാപിതാക്കൾ വിറങ്ങലിച്ചു നിന്നു. അടുത്ത ദിവസം അവർ അറിഞ്ഞു ഹിജാബ് നിയമം ലംഘിച്ചതിനാലാണ് മകളെ അറസ്റ്റ് ചെയ്തതെന്ന്. ആ ഒരു അവസ്ഥ ഇന്നും മാതാപിതാക്കളിൽ നിന്ന് ആ വിറയിൽ വിട്ടുമാറിയിട്ടില്ല. തൻ്റെ മകളെ രക്ഷിക്കാനുള്ള ശ്രമം ആ മാതാപിതാക്കൾ ആരംഭിച്ചു. സെപ്റ്റംബർ 16 ആശുപത്രിയിൽ ചെല്ലാൻ അവർക്കൊരു അറിയിപ്പ് ലഭിച്ചു. അവിടെ അവർ കണ്ടത്, അവർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. അവിടെ അവർ കണ്ടത് വിറങ്ങലിച്ച തങ്ങളുടെ മകളുടെ ശവശരീരമായിരുന്നു. മഹ്സ അമീനിയുടെ മരണം ആദ്യം പുറം ലോകത്തെ അറിയിച്ചത് ഷാർക്ക് എന്ന് പറഞ്ഞ പത്രത്തിലെ മാധ്യമപ്രവർത്തകനായ നിലൂഫർ ഹമീദി ആയിരുന്നു. വിലാപത്തിൻ്റെ കറുത്ത വസ്ത്രമാണ് നമ്മുടെ ദേശീയ പതാക എന്ന ഒരു കുറിപ്പോട് കൂടിയിട്ടാണ് ഈ മഹ്സയുടെ പിതാവിൻ്റെയും മുത്തശ്ശിയുടെയും ഹൃദയഭേദകമായ ചിത്രം അവർ ലോകവുമായിട്ട് പങ്കുവച്ചത്. ഈ മഹ്സയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത